പടം അടിപൊളി പടമാണ്. നമുക്ക് ഭയങ്കര കാരണം ഓണം തകർത്തു എന്ന് തന്നെ പറയാം. കാരണം ടൊവിനോ തോമസിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഇതിൻ്റെ 3D സാങ്കേതിക വിദ്യയിൽ ഇത്രയും നല്ല മികവുറ്റ ഒരു സിനിമ ജിതിൻ ലാൽ എന്ന് പറയുന്ന സ്വതന്ത്ര ഡയറക്ടർ സംവിധാനം ചെയ്തെന്ന് പറയുമ്പോൾ അതിശയം തോന്നുന്നതാണ്. കാരണം അദ്ദേഹത്തിന് ഇനി തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം മലയാളത്തിലെ മികച്ച ഒരു ഡയറക്ടറായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിൻ്റെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ലാഗടിപ്പിക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക് 3 കാലഘട്ടം ചിത്രീകരിക്കുന്ന ആർട്ട് വർക്ക് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ അഭിനേതാവ് എന്ന് പറയുമ്പോൾ ടൊവിനോ തോമസ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൻ്റെ എക്കാലത്തെ സൂപ്പർ സ്റ്റാർ സിനിമകളിൽ ഒന്നായിട്ടുള്ള, അതായത് വളരെ ഹിറ്റായിട്ടുള്ള സിനിമകൾ ഒരു വടക്കൻ വീരകഥ എന്ന് പറയുന്ന ചന്തുവിൻ്റെ കഥാപാത്രം. ഇതിൻ്റെ എനിക്കൊന്ന് ചന്തുവിൻ്റെ 2ാം ഭാഗം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൊവിനോ തോമസിൻ്റെ കരിയറിലെ ടൊവിനോ തോമസ് എന്ന് പറയുന്ന നടൻ ജൂനിയർ മമ്മൂക്ക ആവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്ന ഒരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ്. 3 കഥാപാത്രങ്ങൾ വളരെ ഭംഗിയായിട്ടും വളരെ പക്വതയോടുകൂടി ഈ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുക. അതേപോലെ ജഗദീഷ് ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഹരീഷ്, ബിജുക്കുട്ടൻ ചേട്ടൻ, അതുപോലെ തന്നെ ഒരുപാട് ആക്ടർമാർ എല്ലാവരും നല്ല, സുരഭി എന്നൊക്കെ പറഞ്ഞാൽ നല്ല തെളിഞ്ഞ ആക്ടർമാരാണ് എല്ലാവരും. നല്ല ഇത് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. അത് മാത്രമല്ല, ഇന്നലെ ടൊവിനോ ചേട്ടൻ എനിക്ക് തോന്നുന്ന ഒരു മീഡിയയിൽ കരയേണ്ട ഒരു അവസരം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് ഇനി കരയേണ്ടി വരില്ല. കാരണം ഇത് ബ്ലോക്ക് ബസ്റ്റർ തൂക്കിയടിച്ച് ഓണം ടൊവിനോ തോമസ് എന്ന് പറയുന്ന കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ടൊവിനോ തോമസ് തൂക്കിയടിച്ചിരിക്കുകയാണ് ഈ പടം, ഒരു രക്ഷയെല്ലാം.